ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ? എന്താടാ കണ്ണാപ്പി? പഴമെറിഞ്ഞ് പിണ്ടത്തെ കൊന്ന്. അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ അത് കീരിയ നോക്കണ മാവിട്ടേക്ക് TJ ലീഡർ കൊമ്പൻ തീട്ടോന്ന്. ഞാൻ കണ്ടു ഹോസ്റ്റേജ് ഉണ്ടെന്ന്. ഇവന്മാർക്ക് ഇങ്ങനെ തല്ലുകൊണ്ട് ജീവിക്കാനാണ് ഇവന്മാരുടെ യോഗം. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. TJ പറ്റി സംസാരിച്ചോണ്ടിരിക്കായിരുന്നു, അതാണ് അത് വന്നത്. ഞാൻ ഉണ്ട് ഇതില്. അണ്ണാ ബാക്ക് ഡോർ തുറന്ന് F6 ഒക്കെ ബാക്ക് ഡോർ തുറന്ന ഒരാളെ കാണാൻ. ബാക്ക് ഡോർ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇപ്പുറത്തെ സൈഡ് കണ്ട് ഞാൻ ഇപ്പുറത്ത് വരാല്ലോ. ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ? എന്താടാ കണ്ണാപ്പി? അങ്ങനല്ല, ഈ വണ്ടി എത്തുന്ന കൊന്നുകളയൂടാ കൊണ്ടോളാം. അങ്ങനെ വണ്ടി തന്നെ കൊണ്ടുപോകാം. കയ്യില് കണ്ണെടുത്തേ, അന്നേരം ഗണ്ണി ചിരിക്കില്ല മാറാവേ. എന്ത് അവരെന്ത് ഇല്ല, അവരെ പരകന്മാര് കൊണ്ട് ഇന്ന് കാടിന് വേണ്ടിയുള്ള അടിയാ. ഇത് കാറിളകുവാണല്ലോ അണ്ണാ. കൊരങ്ങനും ആന യുദ്ധം. കൊരങ്ങനാണോ രാജാവെന്നറിയാം? രാജാവെന്ന്. അൾട്ടിമേറ്റ് ഫോറസ്റ്റ് ബാറ്റിൽ. ഇത് പഴമാണ് ആയുധങ്ങള്. തോക്കൊന്നുമില്ല. നമ്മുടെ മനുഷ്യരെ യുദ്ധം പോലല്ല. പിണ്ടവും പഴവും, ശർക്കര, ഓല. പഴംവാരി ഇവന്മാർക്ക് വലിയ പൊളിച്ച് വേണം. എല്ലാരും വാർത്തയിൽ ഒരു ചിരി ഇട്ടേടാ. എല്ലാരും ചിരിയുടെ. ഹലോ, ഗാംഗോസിലോട്ട് വന്നോണ്ടിരിക്കുക. ഗാംഗോസിലോട്ട് അയ്യോ, എന്തൊക്കെ കോളിത്തരാ. പഴമെറിഞ്ഞ് പിണ്ടത്തെ കൊന്ന്. മുച്ചിരി പ്ലേസൊക്കെ സിറ്റിയിലുണ്ടോ? അതാ. പക്ഷെ വേറൊരു കേസുണ്ടാ. അണ്ണ ഇവിടുന്ന് നേരെ പോയൊരു കാഴ്ച കാണാറ്. പക്ഷെ അതിപ്പോ മിസ് ചെയ്താണ്. ശരി, അതുവഴി പോവല്ലേ? അണ്ണാ സിറ്റിയിലാണ്. നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗ്യാങ് ഹൗസ് കാണും. വേണ്ട ഒരു ഗ്യാങ് ഹൗസ് ആയിട്ട് നോക്കേ. നമ്മള് അതൊക്കെ പോയിട്ടില്ല മ്യൂസിയത്തിൽ. ഓതോടെ മ്യൂസിയം കാണാം. അന്ന് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ എന്ന് പറയണത്. ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ എന്ന് പറഞ്ഞേ. തിരുവനന്തപുരം സുഖത്തുവേ അത് തമാശയില്ല. ഇടിച്ചു കഴിഞ്ഞാ കേറ്റ് വെച്ച് കേറ്റ് സീ ഫോർ യുവർ സെൽഫ്. അവിടെ കണ്ടുവരുന്നുണ്ടോ? കറക്റ്റ് സൂ അണ്ണാ. എടാ, അവിടെ ചെന്ന് അവിടെ നിന്ന് വെറുതെ വേണ്ടില്ല. ഈ കൺസൈൻമെന്റ് വണ്ടിക്ക് അത് സാധനം ഉണ്ടെന്ന് വേണ്ട. ഇല്ല വിണ്ടത്തൊന്നും ഇല്ല. അവിടെ വള്ളി തൂക്കിയൊക്കെ ഇരിക്കുന്നതാണ് അമ്മര്. അമ്മര് ഗ്യാങ് ഹൗസിൽ ഒന്നും ഇരിക്കാറില്ല. അവിടെ ഒരു മരമുണ്ട്. എന്റെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും ഇല്ലല്ലോ. ഞാൻ നിൽക്കുന്നില്ലേ മര പോലെ. ഫ്രീ ഞാനാ, വണ്ടിയും ഞാനും. ഈ വണ്ടി എത്തിക്കട്ടെ. കൺസൈൻമെന്റിന്റെ മ്യൂസിയം എത്തി. കബഡിയാർ എത്തിയ നോക്കിയാ ഇതെന്താണോ ഇത്? ഇതെണ്ണം നോക്കിയേ. മരത്തിന് കൊണ്ട് കയറി ഇരിക്കുന്നു. ആരാ അമര മഴയൊക്കെ തിരിപ്പുണ്ടല്ലോ. നോക്കിയത്
ടിക്കറ്റ് കൗണ്ടർ കേട്ടല്ലോ കേട്ടാലോട്ടാ ഇച്ചാൻ കൈവക്കി നിൽക്കണം അതിനകത്ത്. കൈവക്കി കാണിക്കുന്നത് കബഡിയേറി എന്തൊക്കെ കോവാളി തരാ. ഇനി അടുത്ത ഗ്യാങ് പെട്ട് ആനക്ക് ടയറും വെച്ചോണ്ട് വരായിരുന്നാ മതി. അതുകൂടെ ഉള്ളു ഇനി വരാൻ. അതുകൂടെ ഉള്ളു വരാ, അതുകൂടെ ഉള്ളു വരാൻ. വേറെ കേട്ടാ നമ്മുടെ EVX ഇല്ലേ അവന്മാര് കള്ളന്മാരാ. എന്താ അവന്മാര് നമ്മള് കഷ്ടപ്പെട്ട് പണിയുന്ന സാധനങ്ങൾ അടിച്ചോണ്ട് പോകും. കോച്ച് പണിയും അവന്മാര് വണ്ടിയിൽ നിന്ന് അടിച്ചോണ്ട് പോകും. നമ്മള് തെണ്ടിത്തരം ആലോചിക്കണം അണ്ണാ. അണ്ണൻ ഇതുപോലെ ട്രക്ക് ഓടിച്ചു പോവാ. അണ്ണൻ ഇതുപോലെ ട്രക്ക് ഓടിച്ചു പോവാണേ. അണ്ണന്റെ വണ്ടിക്കകത്ത് അണ്ണൻ പണിയെടുത്താൽ ഹണിയൊക്കെ പോകും. ഇവന്മാര് വരും കൈ വെക്കും. കൈ വെക്കിച്ച് വണ്ടിയോട് അടിച്ചോണ്ട് പോകും. കൈ വെടിക്കുക അടിച്ചു വന്നിട്ട് വണ്ടിയോട് അടിച്ചു. ഞാൻ സേഫ് കണ്ടൂടാ. നമ്മളെ അപ്പന്റെ ഒരു ജീവിതം ആലോചിച്ചു. പറയുന്നുണ്ടല്ലോ സിറ്റിന്ന് മൊത്തം പെരുന്നാൾ അടി കിട്ടിയപ്പോഴേ സ്വന്തം ഗ്യാങ്ങിന്റെ പേര് മാറ്റി കളഞ്ഞമാരാ. അവർക്കറിയാം ഈ പേരിൽ നടന്ന നമ്മള് തല്ലുകളിലാണെന്ന് നാട്ടുകാരൊക്കെ. ഗസറ്റിന്റെ പേര് മാറ്റി സോമൻ മാറ്റി ശശിതാക്കി. കോച്ച് സിറ്റുവേഷൻ ആണോ? ഹലോ ഹലോ ഓടിയാനെ എന്തോ ഓടിയല്ലേ? ഞാന് കൺസൈൻമെന്റ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണത്. മുച്ചിന്റെ വാപ്പയായിരുന്നാ? കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു സിറ്റിയിൽ. ഇന്നാ വന്നതേ. പോയി ടൂറായോ? ഓ ഒരു ചെറിയൊരു ട്രിപ്പിലായിരുന്നു. വല്ലാത്തൊരു കഥ ഉണ്ടത്. എന്നാ പറഞ്ഞിട്ടൊക്കെ പോയിക്കൂടെ? ആരെ ഒന്നും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ധൃതിയിലായി പോയി. ഒന്ന് കാണ്ടീനി. എന്തോ ക്യാൻറ്റീനോ? ഒന്ന് കാണണ്ടീനി. മനസ്സിലായി കാണണ്ടീനിന്ന് ഒന്ന് കാണണ്ടീനി മാനെ. ജോഡിയല്ലേ? ഞാന് കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. കുറച്ച് കാണണോ? ഇന്ന് വെക്കും കേട്ടോ. അങ്ങനെ ആരാടാ? ഇത് നമുക്ക് നമ്മുടെ സ്വന്തം ആളാ. മുച്ചിരാജനാ? ആ കാന്തനാജി. കാന്തനാജി അതന്നെ. എനിക്ക് മനസ്സിലായില്ല. ക്യാൻറ്റീന്നാണ് ഞാൻ ആദ്യം കേട്ടത്. ആൾക്ക് ചെറിയ പിടുത്തം കൂടുതലാ. അകത്തോട്ട് വരാൻ പറ. ഞാൻ എത്തി. ട്രക്ക് കയറില്ലല്ലോ ഇവിടെ വൃത്തി കയറേണ്ടി വരും. പിന്നെ ട്രക്ക് കയറാതിരിക്കുന്നത് കണ്ടില്ല കോച്ച്. ഫ്രീ വണ്ടി ഉള്ള ഒളിഞ്ഞിട്ട് ഇருக்கு. വെയിറ്റ് பண்ணு. ലൊക്കേഷൻ പറ കോച്ച്. സാധനങ്ങളൊക്കെ എടുത്തോടാ. ഇതിനകത്തൊന്നും ഇല്ലല്ലോ അണ്ണാ. അതെങ്ങനെയാണോ? ഹലോ 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 ഹലോ. ഫ്രീ വണ്ടി. ഇത് ഫ്രീ വണ്ടി. എന്നടാ சொன்ன കേട്ടില്ല. ഗ്യാങ് വണ്ടിയിലായിരുന്നു കോച്ച്. അമ്മാര് ഗ്യാങ് വണ്ടിയിലായിരുന്നു. ഇല്ല ഫ്രീ വണ്ടി. സാറേ വാ അതോട്ട് വാ. നമ്മളെല്ലാരും പൊളൈറ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത. സ്വന്തം വീടുമല്ല കരുതിക്കോ. എന്തോ ഉമ്പിത്തരം പറയാൻ വരുവോ? നമ്മളെ അണ്ണൻ അങ്ങനെ പഠിപ്പിച്ചത്. എടാ വണ്ടിക്കകത്തും തോക്കെല്ലാം എടുക്കണേ.
കുടിക്കാൻ സാറിന് ചായയോ അതോ കാപ്പിയോ? സാർ കുടിക്കാൻ അതോ കാപ്പിയോ? എന്ത് വേണം? നീ ഒന്നും കൊടുക്കണ്ട ഗണാബി, ജസ്റ്റ് ഒന്ന് മാറിക്കോ പ്ലീസ്. സാർ കേസ് ഞാൻ ക്യാം ഇടാൻ കേസില്ല വെച്ചില്ല. ഞാനൊരു കുറച്ച് ഇതായി പോയതുകൊണ്ടാ വെച്ചില്ല. നോക്കണ മാവിട്ടേക്ക് TJ ലീഡർ കൊമ്പൻ തീട്ടോന്ന്. എന്തൊരു ഗതികേടൊക്കെ ആലോചിച്ചേട്ടാ. അണ്ണാ നമ്മളവിടെ നിന്നപ്പോഴാണാ വിളിക്കുന്നത്. ഹലോ, അതെ ഞങ്ങള് ട്രക്ക് എത്തിക്കാൻ പറഞ്ഞു. പറഞ്ഞു ഇല്ല. അയ്യോ അത് കുഴപ്പമില്ല. ഓക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് സോ ഇത് ലൈക്ക് ഒരു കാഷ്വൽ വിസിറ്റ് ആണ് നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്ത്. നമ്മള് എല്ലാ ഫാമിലീസിനെയും ഒന്ന് കാണണം അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു. പക്ഷെ ഇന്നത്തെ വിസിറ്റ് ഇച്ചിരി മാറിപ്പോയി, രീതി മാറിപ്പോയി. എനിക്ക് മനസ്സിലായി. സോ ഇതിനൊരു ഹാർഡ് ഫീലിംഗ്സ് ഒന്നും ഇല്ല. ലൈക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മള് യൂഷ്വലി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരാറില്ല. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഇത് വന്നപ്പോ നമ്മളും ആ കൺസൈൻമെന്റ് ഡ്രോപ്പിംഗിലേക്കാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന രീതികൾ. അതാണ് നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ നമുക്കൊരു കൺസിഡറേഷൻ തരാനുള്ളൊരു തിൻ ലൈൻ ഉണ്ട്. അത് സ്വയം വന്ന് ലീഡർ തന്നെ വന്ന് സംസാരിക്കാനും അത് ക്ലിയർ ചെയ്യാനും ഒരു ഇത് തന്നിട്ട് നമ്മള് ആ ഒരു രീതിയിൽ പിന്നെയും കൺസൈൻമെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഞാനൊന്ന് വരാൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി പോയി. അതാണ് പ്രശ്നം പറ്റിയത്. സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ മീറ്റിംഗ്സിന് നീഗനെ ആക്ച്വലി കുറച്ച് അവൻ സംസാരിക്കണത് ഒരു ശൈലി ഒന്നത്തെ കാര്യം അങ്ങനെയാ. പിന്നെ അവൻ പെട്ടെന്ന് ചന്ദ്രന്റെ കൂടെ അവിടെ വന്ന് തമാശ കളിച്ച് നിൽക്കുന്ന ഒരു രീതി. അവൻ ആദ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് വരുന്നത്. അതാണ് അവിടെ വന്ന് സംസാരിച്ചപ്പോ ബാഡായി പോയത്. സംസാരം നമ്മൾ പിന്നെയും അവോയ്ഡ് ചെയ്യും. കാരണം നമ്മൾ കുറെ ഫാമിലീസ്, എല്ലാ ഫാമിലീസിലും എല്ലാവരും ഒരുപോലെ നമ്മളെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന രീതികൾ വരണം. നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അല്ല കറന്റ് അവിടെ വേറൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സംഭവം വെച്ചാൽ നിങ്ങൾ വന്നിരുന്ന ലൊക്കേഷൻ അല്ലേ, നോർമലി നിങ്ങൾ മീറ്റിംഗ് വിളിക്കുമ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ അതല്ലോ. അപ്പൊ നിങ്ങൾ ഫേക്ക് ആണോ എന്നൊരു ഡൗട്ട് പോലെ ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. കാരണം നമുക്കൊരു കോള്, റേഡിയോ കോൾ വന്നിട്ടുണ്ടായിരുന്നു. നീ പോയി ചായ എടുത്തിട്ട് വന്നു. അത് ഇത്രേ ഉള്ളൂ സർ. അത് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ മാറാനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, 9 മണിക്കാണ് യൂഷ്വലി നമ്മൾ മീറ്റിംഗിന് നിങ്ങൾ നമ്പർ ഇടേണ്ടത്. 9:30 വരെയൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ്. അപ്പൊ 9:30 to 9:45 നമ്മൾ മീറ്റിംഗ് തീർത്താലേ നമുക്ക് 10:30 പ്രോപ്പർ ആയിട്ട് എല്ലാം നടത്താൻ പറ്റും കൺസൈൻമെന്റ്. അപ്പൊ ആ ഒരു കൺസൈൻമെന്റ് നിങ്ങൾ ഇനി സിറ്റിയിൽ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് തിരിച്ച് റോക്സെറ്റ് വരെ വരുന്ന ടൈം കുറയ്ക്കാനാണ് ഞങ്ങൾ പ്രൈമറിലി ലൊക്കേഷൻ തന്നെ മാറ്റിയത്. മീറ്റിംഗ് ലൊക്കേഷൻ ഞങ്ങൾ കൂടാത്തൊരു സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് ആ ലൊക്കേഷനിലോട്ട് ഞങ്ങൾ പോകുന്നത്. ഓക്കെ മനസ്സിലായി സാർ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരിക്കലും മിസ്റ്റർ എക്സ് ആയിട്ടൊന്നും ഉള്ളൊരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇത് കീപ്പ് ചെയ്യാതിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ നമ്മുടെ സൈഡിൽ നിന്ന് അത് വരാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് ബാഡായി. നമുക്ക് ഒത്തിരി എക്സ്പെക്ടഡ് അല്ല. ഇപ്പൊ ഡിലേസ് നമുക്ക് യൂഷ്വലി എക്സ്പെക്ടഡ് ആ. ഓരോ ഫാമിലീസിൽ ഡിലേ വരുന്നതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മള് അധികം നമ്മള് കിട്ടിയിട്ടുണ്ട്. എല്ലാ നമുക്ക് കിട്ടിയിട്ടില്ല, സിറ്റുവേഷൻ ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് ചിലപ്പം ലൈക്ക് നമ്മള് കുറച്ച് ഫാമിലീസിനെ നമ്മുടെ ഫസ്റ്റ് കോൾ ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഒരാവശ്യം വന്ന പ്രൈമറി വിളിക്കുക നമ്മളായിട്ടുള്ള റിലേഷന്റെ ബേസിസിൽ. അങ്ങനെ ഒരു ഫാമിലീസ് ആഡ് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ ഇത് വന്നപ്പോഴാണ് നമ്മുടെ ടീമിലുള്ള ആൾക്കാർക്ക് എനിക്ക് അത് ശരിയായിട്ട് തോന്നുന്നത്. എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. മാക്സിമം എന്താ കൺസൈൻമെന്റ് ഉള്ള സമയത്ത് ഞാൻ അല്ലെങ്കിൽ ചന്ദ്രനെ തന്നെ വിട്ടോളാം. പിന്നെ എന്ത് പറ്റി, ഇന്നലെ ടർഫ് കോളിങ്ങിനും കണ്ടില്ല.
ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് ദിവസം. നമ്മള് മിസ്റ്റർ എക്സ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു വണ്ടി ഫാക്ടറിയുടെ കാര്യം ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ഓൾറെഡി കേജ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓൾറെഡി പഴയ മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേജ് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു പുതിയ മെഷീൻസിൻ്റെ കാര്യം എല്ലാം ഡീറ്റെയിൽ എടുത്തിട്ട് എസ്റ്റിമേറ്റ് എല്ലാം കൂടി ഒരു എമൗണ്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം എന്ന് എൻ്റെ അടുത്ത് കേജ് പറഞ്ഞായിരുന്നു കേജിനെ കണ്ടപ്പോൾ. അപ്പോൾ അതിൻ്റെ മെഷീൻസ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൈന വരെ ഒന്ന് പോയേക്കുമായിരുന്നു. ഞാൻ കുറച്ച് ദിവസം അവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഡിലേ ആയത്. അല്ലെങ്കിൽ ഞാൻ എന്താണ് നേരിട്ട് ഇത് കേജിന് അറിയാവുന്ന കാര്യമാണ്. കേജിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അതെ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്തേനെ. ഞാൻ ഇവന്മാരെ തമാശയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മീൻസ് അല്ല, ഒരു ലിമിറ്റ് വരെ നമ്മളും ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം നമ്മള് ആ ഒരു ലൊക്കേഷൻ നമ്മുടെ പ്രൈവറ്റ് ഏരിയയാണ്. അവിടെ നിന്ന് ആൾക്കാര് നമ്മളുടെ അടുത്ത് ആവശ്യമില്ലാതെ സിറ്റുവേഷൻ ഉണ്ടാകത്തിൽ നമുക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മളും ക്യാപ്ചർ ആയിട്ട് ഇപ്പം ചന്ദ്രൻ ഈ ആളുടെ പേരെന്തായിരുന്നു ഇരിക്കുന്നത്? എന്റെ പേര് മാമൻ. മാമൻ മാമൻ പറയുന്ന ആള് കൂടെ വന്നിട്ട് അവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചന്ദ്രന് പെർമിഷൻ കൊടുത്തു. അവിടെ നിന്നോ കുഴപ്പമില്ല. ലൈക്ക് അതിന് നമുക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ ഫാമിലിക്ക് ഓക്കെ ആണ്. നിങ്ങളുടെ പ്രൈവസി മാറ്റർ ആയിട്ടുള്ളൊരു ഡീല് ആള് കാണുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. പക്ഷെ അവിടോട്ട് ഒരാൾ ഓടി വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മൾ വിളിച്ചു വരുത്തിയൊരു ഫാമിലിയെ നൈഫ് ചെയ്യുന്നു. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിളിച്ചു വരുത്തുന്നത് നിങ്ങളുടെ പ്രൊട്ടക്ട്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളെ നോക്കുന്നവരാണ്. ഞങ്ങളൊരു മീറ്റിംഗ് ലൊക്കേഷനിൽ വിളിച്ചാൽ നിങ്ങളുടെ ലൈക്ക് സേഫ്റ്റി നോക്കേണ്ടത്. മനസ്സിലായി. ആ ഒരു സിറ്റുവേഷനിൽ ആള് വന്നു, നൈഫ് എടുത്തു, പിന്നെ അത് ചോദ്യം ചെയ്യുമ്പോൾ ഗണ്ണെയും ചെയ്യുന്നു. എന്നിട്ട് അത് പിന്നെ മിസ്ട്രക്സ് ആണെന്നുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട് പോലും ആള് കൺസൈൻമെന്റ് വേണ്ട എന്നുള്ള വെല്ലുവിളികള് വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോ ഗണ്ണെയും ചെയ്ത് നമ്മളെ നിർത്താൻ നോക്കുന്നു. മനസ്സിലായി, എനിക്ക് കാര്യം മനസ്സിലായി. എന്തായാലും ഇനി അത് ഉണ്ടാവത്തില്ല. അത് ഇനി ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. പിന്നെ നമ്മള് മെയിൻലി എല്ലാ ഫാമിലീസിനും വിസിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട്. കാരണം നമ്മൾ മിസ്ട്രക്സ് നിങ്ങളുമായിട്ട് ഡയറക്റ്റ് ഒരു സംസാരം നടന്നിട്ട് കുറച്ച് അത്യാവശ്യം നല്ല ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മാനേജ്മെന്റ് കറന്റ് മിസ്ട്രക്സ് ഇപ്പൊ ഹെഡ് ചെയ്തോണ്ടിരിക്കുന്നത് KK സാറാണ്. കേജ് ഒരു ലോങ് ലീവിലാണ്. അപ്പം കേജിന്റെ ഇങ്ങനെ പറഞ്ഞു എല്ലാ ഫാമിലീസും സംസാരിക്കുക, ചോദിക്കുക. അത് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇവരുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ചന്ദ്രന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആരുടെയും സൈഡിൽ നിന്ന് ഒരു ബാഡ് ആയിട്ടുണ്ടെങ്കിലേ. അല്ല, യൂഷ്വലി ഞാനിപ്പം എനിക്ക് എന്നെ മദാര കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ലൈക് മദാര മദാരക്ക് മീറ്റിംഗ്സ് ഒന്നും കുഴപ്പമില്ല. ഈ കണ്ണാപ്പിയെ പോലെ ബുദ്ധി ഇല്ലാത്തോട് സംസാരിക്കരുത്. കണ്ണാപ്പി ഇവിടുത്തെ ഗാർഡിയൻ ആണോ? എന്നെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. നീ ഇവിടുത്തെ ഗാർഡിയൻ ആണോടാ കണ്ണാപ്പി? അണ്ണന്റെ ഗാർഡിയൻ എനിക്ക് തോന്നിപ്പം രണ്ടാമത്തെ തവണ എന്താണ് കണ്ണാപ്പി ഫോൺ. അല്ല, പക്ഷെ ഞാൻ ഇന്നവരെ നിങ്ങളുടെ അടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ മിസ്റ്റർ എക്സ്? അങ്ങനെ പറഞ്ഞില്ല, ചുമ്മാ തമാശ. അല്ലല്ല, ഗാർഡിയൻ അല്ല. ഇത് സസ്പെൻഷന്റെ വക്കിലിരിക്കുന്ന ഒരു മെമ്പർ. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫാമിലിയില് ലൈക്ക് ചന്ദ്രൻ ആൻഡ് വാസുവിന്റെ അല്ലെങ്കിൽ AP-യുടെ അവൈലബിലിറ്റി ഇല്ലാത്തപ്പം റൈറ്റ് ഓഫ് ഒരു ഡിസിഷൻ മേക്കിംഗ് ആർക്കാ മിസ്റ്റേക്സ് ആയിട്ടുള്ളത്? അത് അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ അത് കീരിയ. ഓക്കെ. അല്ലാതെ ജസ്റ്റ് ഇൻ കേസ് നിങ്ങളുടെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ ഒരാൾ റെസ്പോൺസിബിൾ ആവണം. അല്ലെങ്കിൽ നമുക്കിപ്പോ അത്രയും ഡിലേ മീൻസ് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്ന് നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവത്തില്ല. ഇന്നത്തെ കൺസ്യൂമിന്റെ ടൈം തന്നെ അത്ര ലേറ്റ് ആവാൻ കാരണം ആ ഒരു ഡിലേ ആണ്. അല്ല, പക്ഷെ ഞാൻ ഫുള്ള് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പോട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് അല്ല, ഞാൻ പറയാം മിസ്റ്റർ എക്സ്. അങ്ങനെ ആരെങ്കിലും നമ്മൾ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും അവൈലബിൾ അല്ലെങ്കിൽ കൂടുതൽ സിറ്റിയിലെ കാര്യങ്ങളും ഡീൽ ചെയ്യണത് ഒന്നെങ്കിൽ നിങ്ങൾ കീരി അല്ലെങ്കിൽ മന്ദാരത്തിന് ഇവരാരെങ്കിലും ഒരാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഇവർ രണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഇനി എങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ നമ്മൾ നോക്കിക്കോളാം. നമുക്കും ലൈക്ക് നിങ്ങളുടെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ ഇപ്പൊ 20-25 ഫാമിലീസ് ഉണ്ടെങ്കിൽ ആ 25 പേര് നമുക്ക് ഫേവർ ലൈക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ അങ്ങോട്ട് അവരായിട്ട് നല്ലൊരു രീതിയിൽ പോകണം നമുക്ക് ആഗ്രഹിക്കണം. നമുക്ക് ഒരിക്കലും ഒരു സിറ്റുവേഷൻ ഒരു ഫാമിലി ആയിട്ട് വേണമെന്നില്ല. മനസ്സിലായി.
അപ്പൊ അങ്ങനെ ഒരു പോകുമ്പോ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കതൊരു പെട്ടെന്ന് ലൈക്ക് ഇതിപ്പം ഞാനൊരു മാനേജ്മെന്റ് ലെവലിലേക്ക് ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവരുടെ രീതി എന്ന് വെച്ച് ഇന്ന് കൺസൈൻമെന്റ് കൊടുക്കണ്ട ആ രീതിയിലൊരു കോൾ ആയിരിക്കും എനിക്ക് തരുന്നത്. മനസ്സിലായി അപ്പൊ നമ്മൾ നിങ്ങൾ നേരത്തെ ഡേറ്റും ബുക്ക് ചെയ്ത് വെച്ച് ഒരു വട്ടം ഓൾറെഡി നിങ്ങളുടെ കൺസൈൻമെന്റ് റീഷെഡ്യൂളും ആയത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനി തരുത്തില്ല എന്ന് പറയാൻ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പിന്നെയും കൺസൈൻമെന്റ് നടത്തിയത്. മനസ്സിലായി ഇനി എന്തായാലും അങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ഫാമിലിയിലെ കില്ലുവ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് അവൈലബിൾ ആണോ? ഉണ്ട് അതെ ആള് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലീഗൽ ഗണ്ണിന്റെ കാര്യമൊക്കെ. എന്താണ് സീരിയൽ നമ്പർ സിറ്റിസൺസിന്റെ കുറെ ഗണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സീരിയൽ നമ്പർ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു, അത് ഷെയർ ചെയ്തില്ല. അതായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ കൺസൈൻമെന്റ് അതിന്റെ ഒരു റിവാർഡ് ഉണ്ടായിരുന്നേനെ. എന്റെ കയ്യിലൊരു കോച്ചിനും കൂടെ വിളിക്കാം. കോച്ചിന്റെ 15 ഇരിപ്പുണ്ടല്ലോ. അതൊന്നു ഇതാക്കിടാ കോച്ച്. ഹലോ, അവരുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ അവന് ഗണ്ണ് എടുത്തു വെക്കരുത്, ജസ്റ്റ് സീരിയൽ നമ്പർ മാത്രമേ എടുക്കാവൂ. കാരണം അത് ഗണ്ണ് നിങ്ങളുടെ കൈ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളാവും. കോച്ച് മറ്റേ സീരിയൽ നമ്പർ കോപ്പി ചെയ്യുക, ഗണ്ണ് തിരിച്ചു കൊടുക്കുക. അങ്ങനെ കണ്ടു വരുവാണെങ്കിൽ സിറ്റിസന്റെ കയ്യിൽ മാത്രം. ഓക്കെ അപ്പൊ അതുണ്ടെങ്കിൽ എനിക്ക് കോർപ്പറേറ്റ് ചെയ്ത് ഒരു കോമൺ ആയിട്ട് എല്ലാവരോടും ഒന്ന് ആരെങ്കിലും ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത് നല്ലതായിരിക്കും. മന്ദാര ഒന്ന് ഡീൽ ചെയ്ത് കൊടുക്കണേടാ. കോച്ച് എന്റെ നമ്പർ ഇല്ലേ, ആ നമ്പറിലോട്ട് എനിക്ക് അയച്ചിട്ടിരുന്നാ മതി. എല്ലാം കൂടെ അയച്ചിട്ടാ പോരെ. മന്ദാരം ജസ്റ്റ് ഒന്നേ സൈപ്പ് ഒന്ന് ഈ സീരിയൽ നമ്പർ എല്ലാം ചെക്ക് ചെയ്ത ഏറ്റവും അവസാനം ഈ ഗണ്ണെല്ലാം കൊടുത്തത് ചന്ദ്രനാണെന്നുള്ള കാര്യം തെളിയും. ഒരു ഒരെണ്ണത്തിന് 5 കണ്ണാണ്. എന്താ ഒരു സീരിയൽ നമ്പർ 5 കണ്ണാ. നമ്മളെ നോക്കാണെങ്കില് നമുക്ക് പ്രശ്നം, അതാണ് പ്രശ്നം. അല്ല നമ്മുടെ അല്ല, നമ്മുടെ ആരും കൊടുത്തിട്ടില്ല. ചന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രൻ 10-25 ഗണ്ണ് വെളിയിൽ വിട്ടിട്ടുണ്ട്. സീരിയൽ നമ്പർ നോക്കണം, ഇല്ലേ നമുക്ക് പണി കിട്ടും. അല്ലേ നമുക്ക് പണി കിട്ടും. നമ്മുടെ ഒരു MRC ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇത്ര ആയിരിക്കാം വിറ്റാൻ ചോദിച്ചിട്ട് അയാളോട് പോയി ചോദിക്കണം, നിങ്ങൾ വേറെ ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കിട്ട് കൊടുക്കട്ടാ, അല്ലെ നമുക്ക് അടുത്ത 5 കണ്ട് പിന്നെയും പോകും. പിന്നെ ഓരോ സീരിയൽ നമ്പർ